തെക്കൻ കേരളത്തിനു മുകളിലെ ചക്രവാത ചുഴിയുടെയും കാറ്റിന്റെയും സ്വാധീനത്താൽ ഫെബ്രുവരി 2 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തെക്കാൾ ഉയർന്ന താപനിലയാണ് വടക്കൻ കേരളത്തിൽ അനുഭവപ്പെടുന്നത്. മധ്യ കേരളത്തിൽ നേരിയ ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിലും താപനിലയിൽ കാര്യമായ കുറവ് ഉണ്ടാകാൻ സാധ്യതയില്ല. ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കിഴക്കൻ കാറ്റ് മധ്യ കേരളത്തിലൂടെയും തെക്കൻ കേരളത്തിലൂടെയും കടന്നു പോകുന്നതുകൊണ്ടാണ് ഈ പ്രദേശങ്ങളിൽ മേഘാവൃതമായ അന്തരീക്ഷത്തിനും നേരിയ മഴയ്ക്കും സാധ്യതയുള്ളത്. ആലപ്പുഴയിൽ വള്ളിക്കുന്നത്ത് പേപ്പട്ടിയുടെ കടിയേറ്റ് 4 പേർ ചികിത്സ തേടി. വള്ളിക്കുന്നം പള്ളിമുക്ക് പടയണിവട്ടം ഭാഗങ്ങളിലാണ് പേപ്പട്ടിയുടെ ആക്രമണമുണ്ടായത്. പരിക്കേറ്റ പുതുപുരയ്ക്കൽ തറയിൽ ഗംഗാധരൻ, രാമചന്ദ്രൻ എന്നിവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പുതുപുരയ്ക്കൽ കിഴക്കതിൽ ഹരികുമാറിനെ കായംകുളം താലൂക്ക് ആശുപത്രിയിലും പള്ളിയുടെ പടീറ്റതിൽ മറിയാമ്മ രാജനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മറിയാമ്മയുടെ മുഖത്തും ചുണ്ടിനുമാണ് ആഴത്തിൽ കടിയേറ്റത്. 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. എല്ലാവർക്കും തുല്യ പരിഗണനയാണ് നൽകുന്നത്. യുവാക്കളുടെ വിദ്യാഭ്യാസം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയ്ക്കാണ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നതെന്നും രാഷ്ട്രപതി പറഞ്ഞു. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. വാളയാറിൽ ഈ മാസത്തിൽ 3ാം തവണയും വാളയാറിലും വേലന്താവളത്തിലും മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് പോസ്റ്റിൽ രാത്രി വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടത്തി. രാത്രി വൈകിയും പരിശോധന തുടരുന്നുണ്ടെങ്കിലും 12-ന് ലഭിച്ച വിവരപ്രകാരം 3 ചെക്ക് പോസ്റ്റുകളിൽ ഉദ്യോഗസ്ഥർ കൈക്കൂലി പണമായി പിരിച്ചെടുത്ത് സൂക്ഷിച്ച 70,000-ലേറെ രൂപയുടെ പണമാണ് പിടികൂടിയത്. കണ്ണൂർ സർവകലാശാല ജിയോഗ്രഫി പഠന വകുപ്പിലെ 2 അധ്യാപക നിയമനങ്ങൾ ഹൈക്കോടതി റദ്ദാക്കി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ആയിരുന്ന ഗോപിനാഥ് രവീന്ദ്രന്റെ നിയമനം സുപ്രീം കോടതി അസാധുവായി പ്രഖ്യാപിച്ച ശേഷം അന്നേ ദിവസം അദ്ദേഹം അധ്യക്ഷനായി നടത്തിയ സെലക്ഷൻ കമ്മിറ്റി ശുപാർശ ചെയ്ത 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ നിയമനങ്ങളാണ് ജസ്റ്റിസ് N നഗരേഷ് റദ്ദാക്കിയത്. സംവരണ തസ്തികയിൽ ഡോക്ടറേറ്റ് ബിരുദമുള്ള 6 ഉദ്യോഗാർത്ഥികളെ ഒഴിവാക്കി നെറ്റ് യോഗ്യത മാത്രമുള്ള ഒരു കരാർ അധ്യാപകന് 1ാം റാങ്ക് നൽകിയതും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി. കുവൈറ്റിൽ തീപിടുത്തത്തിൽ പരിക്കേറ്റ മലയാളികൾക്ക് 1 ലക്ഷം രൂപ വീതം സർക്കാർ ധനസഹായം നൽകാൻ തയ്യാറായി. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നേരത്തെ അനുവദിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 12-നാണ് കുവൈത്തിലെ മംഗഫിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ തീപിടുത്തമുണ്ടാകുന്നത്. അമേരിക്കയിലെ വാഷിംഗ്ടണിൽ വിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചെന്ന വാർത്ത അമേരിക്കയെ ഞെട്ടിച്ചു. ആകാശ ദുരന്തങ്ങൾ പൊതുവെ കുറവായിട്ടുള്ള അമേരിക്കയിൽ 15 വർഷത്തിനിപ്പുറമാണ് ഒരു പ്രധാന വിമാന അപകടം സംഭവിക്കുന്നത്. 64 പേരുമായി പോയ പാസഞ്ചർ വിമാനവും 4 പേരുമായി വരികയായിരുന്ന സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചാണ് ബുധനാഴ്ച രാത്രി നടുക്കുന്ന അപകടമുണ്ടായത്. 18 മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും പോട്ടോമാക് നദിയിൽ നിന്ന് കണ്ടെടുത്തതായാണ് അധികൃതരിൽ നിന്ന് ലഭിച്ച വിവരം. US ആർമി ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടെയാണ് വിമാനവുമായി കൂട്ടിയിടിച്ചത്. വാർത്തകൾക്കായി BN ന്യൂസ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക, പിന്തുടരുക.